Hi, welcome back. Coming with another head profits and gains from business or profession. Then ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് തന്നെ വാട്ട് ആർ ദ എക്സംപ്റ്റഡ് ഇൻകം അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നാണ്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻകം റെൻറ്റ് റിസീവ്ഡ് ബൈ എ ഡീലർ ഇൻ പ്രോപ്പർട്ടി. അതാണ് റെൻറ്റ് റിസീവ്ഡ് ബൈ എ ഡീലർ ഇൻ പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ് ഡീലർ ഇൻ പ്രോപ്പർട്ടി? അതായത് അയാളെ മെയിൻ ബിസിനസ് തന്നെ പ്രോപ്പർട്ടിൻ്റെ എക്സ്ചേഞ്ച് നടത്തലാണ്, ഡീലറാണ് അയാൾ. അതായത് റെൻറ്റ് ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ under section 22 as income from house property even if the property is held as stock in trade of the owner of the property who is engaged in the business of letting out പ്രോപ്പർട്ടീസ് ഓൺ റെൻറ്റ്. അയാളെ മെയിൻ ലക്ഷ്യം തന്നെ പ്രോപ്പർട്ടി റെൻറ്റിന് ലെറ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്, അതായത് വാടക കൊടുക്കുക എന്നുള്ളതാണ്. അത് ഡീലറാണ് അയാൾ, ഒക്കേഷനിൽ അത് ചെയ്തുകൊണ്ടേ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അത്തരത്തിലുള്ള ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിലാണ് കാണിക്കേണ്ടത്. ദെൻ സ്റ്റോക്കിംഗ് ട്രേഡായിട്ടാണ് അയാൾ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് തന്നെ. അത് ഏത് ഹെഡിൽ പെടുത്താൻ പാടില്ല? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ പെടുത്താൻ പാടില്ല. അതാണ് പറഞ്ഞത്. റെൻറ്റ് റിസീവ്ഡ് ബൈ എ ഡീലർ ഇൻ പ്രോപ്പർട്ടി is taxable under section rent of a property is taxable under section 22 of income as income from house property even if the property is held as stock in trade of the owner of the property who is engaged in the business of letting out properties on rent. രണ്ടാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഓൺ ഷെയർസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി ഈസ് നോട്ട് ചാർജബിൾ ടു ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റിന് ടാക്സ് കൊടുക്കണ്ട. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ ഫോറിൻ കമ്പനി ആൻഡ് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 are taxable under the head income from other sources and not under the head income from business. അതായത് ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റിന് ടാക്സ് ഇല്ല, വേറെ ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റിന് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് ഇൻകം ഫ്രം ബിസിനസ്സിലല്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് വിന്നിങ് ഫ്രം ലോട്ടറി. വിന്നിങ് ഫ്രം ലോട്ടറി that is winning from lottery, horse races etc. are taxable under income from other sources even if received as a part of regular business activity. അയാളെ മെയിൻ ജോലി തന്നെ ലോട്ടറി വിൽക്കലും അല്ലെങ്കിൽ ലോട്ടറി എടുക്കലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ലോട്ടറി വിൽക്കലാണ്, റെഗുലർ ബിസിനസ് ആക്ടിവിറ്റിയാണ് അത് കണക്കാക്കുന്നതെങ്കിൽ കൂടി അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒരിക്കലും ഇൻകം ഫ്രം ബിസിനസ്സിൽ പെടുത്താൻ പാടില്ല, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് അത് പെടുത്തേണ്ടത്. However, the amount received by a lottery agent as his share of prize money is taxable under business income. പക്ഷേ ലോട്ടറി ഏജൻറ്റിൻ്റെ കേസിൽ അയാൾക്ക് എന്തെങ്കിലും പ്രൈസ് മണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈസ് ടാക്സബിൾ അണ്ടർ ബിസിനസ് ഇൻകം. ദെൻ നെക്സ്റ്റ് പറയുന്നത് എക്സംപ്റ്റഡ് ഇൻകം അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിൽ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ. അതായത് ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഈസ് ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ് ദോ റിസീവ്ഡ് ഇൻ കണക്ഷൻ വിത്ത് റെഗുലർ ബിസിനസ് ആക്ടിവിറ്റി. റെഗുലർ ബിസിനസ് ആക്ടിവിറ്റിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷൻ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താൽ അത് ചാർജ് ചെയ്യേണ്ടത് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്, അല്ലാണ്ട് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ല. അപ്പോൾ ദീസ് ആർ ദ ഇൻകംസ് which are to be exempted under the head profits and gains of business or profession. Once again, rent received by a dealer in property, dividend on shares, winning from lottery and interest on compensation. Then next I would like to discuss about block of assets under the head income from business or profession. That is what do you mean by block of assets? Block of assets means a group of assets on which the same rate of depreciation is prescribed. അതായത് ഒരേ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഉള്ള ഒന്നിൽ കൂടുതൽ അസറ്റിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹവെവർ ദ അസറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓൺ വിച്ച് ദ സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ആപ്ലിക്കബിൾ കനോട്ട് ബി ഗ്രൂപ്പ്ഡ് ടുഗെദർ ദോ ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം. ആദ്യം പറഞ്ഞു സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനുള്ള
ഒരു അസറ്റിൻ്റെ ഗ്രൂപ്പിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ സെയിം ആണെങ്കിലും ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയാൻ പാടില്ല എന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോൺ റെസിഡൻറ്റ് ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ. നോൺ റെസിഡൻറ്റ് ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ രണ്ടും രണ്ട് ടൈപ്പ് അസറ്റാണ്. പക്ഷേ ഈ ടൈപ്പ് അസറ്റിനും ഒരേ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, അതായത് 10% ആണ്. പക്ഷേ ഇതൊരിക്കലും ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റിൽ വരില്ല. ഇത് വേറെ വേറെ തന്നെയാണ് ഇതിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ് ഹാവിങ് സിമിലർ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ. Then the block of assets on which depreciation can be claimed are, അപ്പോൾ ഏതൊക്കെ അസറ്റിൻ്റെ മേലെയാണ് നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാഞ്ചിബിൾ അസറ്റ്സ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ് ഓർ ഫർണിച്ചർ. ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ് ഓർ ഫർണിച്ചർ എന്നാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഈ ടാഞ്ചിബിൾ അസറ്റിൻ്റെ വരുന്ന ഗ്രൂപ്പിൽ വരുന്നതിനുള്ള റേറ്റ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഫിക്ചേഴ്സ് പോലെയുള്ള ഇതിനൊക്കെ, ഫർണിച്ചർ പോലെയുള്ള ഐറ്റംസിന് 10%, മെഷീനറി, പ്ലാന്റ് പോലെയുള്ള ഐറ്റംസിന് 15% അങ്ങനെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ഗ്രൂപ്പാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഗ്രൂപ്പിൽ വരുന്നത് ഇൻക്ലൂഡിങ് നോ ഹൗ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസീസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ബ്ലോക്ക് ഓഫ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ അസറ്റിൻ്റെ ബ്ലോക്ക് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. പിന്നെ ഇതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഞാൻ പറഞ്ഞു, ഓരോ ഗ്രൂപ്പിനും ഓരോ തരത്തിലുള്ള റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ബ്ലോക്ക് ഓഫ് അസറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് മനസ്സിലായി. അതായത് സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനുള്ള അസറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്. അപ്പോൾ ശ്രദ്ധിക്കണം, ചില കേസിൽ സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ്റെ ഗ്രൂപ്പിനെ ബ്ലോക്ക് എന്ന് പറയില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ് അവിടെ വരുന്നുണ്ടെങ്കിൽ ഓരോ അസറ്റിനും സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ പോലും നമ്മൾ വേറെ വേറെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഈ ഹെഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെ കുറിച്ചാണ്. അണ്ടർ സെക്ഷൻ 32 സബ്സെക്ഷൻ 2 ഇത് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. മേ ബി നമ്മൾക്ക് വരുന്ന PSC എക്സാമിനും ചോദിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് നോക്കാം. സോ വാട്ട് മീൻ ബൈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ? ദാറ്റ് ഈസ് an assessee can claim depreciation on eligible asset at the prescribed rate. പറഞ്ഞ റേറ്റിന് എലിജിബിൾ അസറ്റിൻ്റെ മേലെയാണ് പൊതുവേ നമ്മൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യൽ. However, if the assessee does not have sufficient profit during the previous year to charge the depreciation fully, അതായത് ഡിപ്രീസിയേഷൻ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കറണ്ട് ഇയർ പ്രോഫിറ്റ് മതിയാകാത്ത വരുന്ന സമയത്ത്, പ്രോഫിറ്റ് ഷോർട്ടേജ് ആണ്, ഡിപ്രീസിയേഷൻ ഫുള്ളായിട്ട് നമ്മൾക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത കേസിലാണെങ്കിൽ എത്രയാണോ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്തത് ബാലൻസ് എമൗണ്ട്, ദി ബാലൻസ് ഓഫ് ഡിപ്രീസിയേഷൻ വിച്ച് കുഡ് നോട്ട് ബി റിട്ടേൺ ഓഫ് ഈസ് കോൾഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അതിനെയാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റ് ഫുൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ മതിയാകാത്ത കേസിൽ എത്രയാണോ മതിയാകാത്തത് ആ ഡിഫറൻസ് ആണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക ഇൻകം ടാക്സ് ആക്ട് പ്രകാരം? So, this unabsorbed depreciation can be set off against income from any other business of the assessee during the current year, and any amount still remaining can be set off against any other head of income of that year other than the income from salary. അതായത് അങ്ങനെ ഏതെങ്കിലും ഇയറിൻ്റെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിൽ വരുന്ന പ്രോഫിറ്റിൽ നിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ ഇൻകം ഫ്രം എനി അതർ ബിസിനസ് ഓഫ് ദ അസസി. അസസിക്ക് വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് ഇൻകവുമായിട്ട് ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ടും ബാക്കി എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ, സ്റ്റിൽ ബാലൻസ് റിമൈനിങ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ, ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ് ഓഫ് ദ ഇൻകം ഓഫ് ദാറ്റ് ഇയർ അതർ ദാൻ ദ ഇൻകം ഫ്രം സാലറി. സാലറി ഒഴികെയുള്ള മറ്റുള്ള ഹെഡിൽ ഇൻകമായിട്ട് ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് സം പാർട്ട് ഓഫ് ദ ഡിപ്രീസിയേഷൻ സ്റ്റിൽ റിമൈനിങ്, എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയറിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം.
Then the unabsorbed depreciation so carry forward shall be treated like current year depreciation. അങ്ങനെ carry forward ചെയ്ത unabsorbed depreciation നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് current year depreciation ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് unabsorbed depreciation, എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ unabsorbed depreciation മനസ്സിലായി. കറണ്ട് ഇയർ പ്രോഫിറ്റ് മതിയാകാതെ വരുന്ന സമയത്ത് എത്രത്തോളാണോ മതിയാകാതെ വരുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നതാണ്. അൺഅബ്സോർബ്ഡ് എത്രയാണോ മതിയാകാത്തത് അതാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം എനി അതർ ബിസിനസ് ഓഫ് ദ അസസി ഡ്യൂറിങ് ദ കറണ്ട് ഇയർ ആൻഡ് എനി എമൗണ്ട് സ്റ്റിൽ റിമൈനിങ്, എന്നിട്ടും ഇനി ബാക്കിയുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി അതർ ഹെഡ്, മറ്റുള്ള ഹെഡുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം എക്സെപ്റ്റ് ഇൻകം ഫ്രം സാലറി, സാലറി ഒഴികെ മറ്റുള്ള ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ടും ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് മെയിനായിട്ട് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ എന്താണ്, ഏതൊക്കെ ഇൻകാണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തത്, പിന്നെ എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദെൻ എന്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിൻ്റെ കേസിലായാലും ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ കേസിലായാലും. പക്ഷേ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. സോ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റുഡ് വിത്ത് മൈ എക്സ്പ്ലനേഷൻ. താങ്ക് യു.